ഹായ് ഫ്രണ്ട്സ്, ഫ്ലോറാസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നഴ്സറിയിൽ നിന്നും വാങ്ങുന്ന റോസ് ചെടികൾ വളരെ ഹെൽത്തി ആയിട്ട് ഇരിക്കാനും നിറയെ പൂക്കൾ ഉണ്ടാകാനും അതിന് അനുയോജ്യമായ പോട്ടി മിക്സ് ചേർത്ത് ചെടി നട്ടുകൊടുക്കണം. നഴ്സറിയിൽ നിന്നും വാങ്ങുന്ന റോസ് ചെടിയുടെ റിപ്പോർട്ടിങ്ങും അതിൽ ചേർക്കുന്ന പോട്ടി മിക്സും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റോസ് ചെടികൾ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതൊരു കാശ്മീരി റോസാണ്. കൊലകുത്തി പൂക്കളുണ്ടാകും. ഈ റോസ് ചെടി വളരെ ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിൽ നിറയെ മുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന റോസ് ചെടികൾ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ റോസ് ചെടിയാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഞാൻ നഴ്സറിയിൽ നിന്നും മേടിച്ച ഒരു കാശ്മീരി റോസാണ്. റോസ് ചെടി റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഇതിലെ മണ്ണ് നന്നായിട്ട് നനച്ചു കൊടുക്കണം. ഇത് ഞാൻ നന്നായിട്ട് നനച്ച് വെച്ചിട്ടുണ്ട്. ഇനി പോട്ടി മിക്സ് തയ്യാറാക്കാം. പോട്ടി മിക്സായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ഭാഗം മണ്ണും 1 ഭാഗം മണലും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 ഭാഗം കൊക്കോപീറ്റ് എടുത്തിട്ടുണ്ട്. 1 ഭാഗം ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. മണൽ കിട്ടാനില്ലാത്തവർക്ക് മഴ പെയ്യുമ്പോൾ വെള്ളം ഒഴുകി കിടക്കുന്ന സ്ഥലത്ത് മണൽ പോലെ മണ്ണുണ്ടാകാറുണ്ട്. അത് എടുത്താലും മതി. പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1 പിടി എല്ലുപൊടിയും 1 പിടി വേപ്പും പിണ്ണാക്കും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഇതിലിട്ട് നന്നായിട്ട് മണ്ണ് മിക്സ് ചെയ്തെടുക്കാം. ഈ പോട്ടി മിക്സിൽ മണൽ ചേർക്കുന്നത് മണ്ണിന് നല്ല നീർവാർച്ച ഉണ്ടാകാനാണ്. വെള്ളം നന്നായിട്ട് വാർന്നു പോകണം, അതിന് വേണ്ടിയിട്ടാണ്. കൊക്കോപീറ്റ് ചേർക്കുന്നത് മണ്ണിലെ ഈർപ്പം നിലനിർത്താനും മണ്ണിൽ നല്ല എയറേഷൻ ഉണ്ടാകാനും വേണ്ടിയാണ്. ഇനി ചെടി നടാനുള്ള പോട്ട് എടുക്കാം. നല്ല ഹോളുള്ള പോട്ട് വേണം എടുക്കാനായിട്ട്. ചട്ടിയുടെ ഹോളിൽ ആദ്യം കുറച്ച് കല്ലുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് കരിയില ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിലായിട്ടാണ് പോട്ടി മിക്സ് ഇടുന്നത്. ഇപ്പോൾ ചട്ടിയുടെ പകുതി ഭാഗം പോട്ടി മിക്സ് നിറച്ചിട്ടുണ്ട്. ഇനി ചെടി നട്ടതിന് ശേഷം മണ്ണിട്ട് കൊടുക്കാം. ഇനി ചെടിയുടെ കവറ് മാറ്റി കളയണം. അതിനായിട്ടൊരു കത്രിക ഉപയോഗിച്ച് അതിൻ്റെ കവറ് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ കവറ് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ നട്ടുപിടിപ്പിക്കാൻ പാടില്ല. ഇതിൻ്റെ മണ്ണ് കുറച്ച് ഇളക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ചെടി ആദ്യം നനച്ച് വെച്ചത്. നല്ല കട്ട പിടിച്ച മണ്ണിലാണ് നഴ്സറി റോസ് നമുക്ക് കിട്ടാറുള്ളത്. അത് അങ്ങനെ തന്നെ നട്ട് കഴിഞ്ഞാൽ അതിൽ വേരോട്ടം അധികം ഉണ്ടാകില്ല. ഇനി ഇതിൻ്റെ അടിഭാഗത്ത് മണ്ണ് കുറച്ച് ഇളക്കി മാറ്റാം. വേര് പൊട്ടാതെ വേണം മാറ്റാനായിട്ട്. നനവുള്ളത് കൊണ്ട് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിൽ ഇറക്കി വെച്ചാലും മതി. ഇപ്പോൾ അത് വേരൊക്കെ നന്നായിട്ട് പുറത്തായിട്ടുണ്ട്. അതിപ്പോൾ മണ്ണിൽ നട്ടാൽ വേഗം നന്നായിട്ട് വളർന്നോളും. ഇതിലെ മണ്ണ് മുഴുവനായിട്ട് ഇളക്കി കളയേണ്ട ആവശ്യമില്ല. അത് ചെടിക്ക് അനക്കം തട്ടാതെ ഇരിക്കാൻ സഹായിക്കും. ചെടിച്ചട്ടിയുടെ സെൻറ്ററിലായിട്ട് ചെടി വെച്ച് അതിന് ചുറ്റും പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുക. ബഡ് ചെയ്ത റോസ് ചെടികൾ നടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതിൻ്റെ ബഡ് ചെയ്ത ഭാഗം മണ്ണിൻ്റെ അടിയിൽ പോകരുത്. ബഡ് ചെയ്ത ഭാഗം മണ്ണിൻ്റെ മുകളിൽ വരത്തക്ക രീതിയിൽ വേണം മണ്ണ് ഇട്ട് കൊടുക്കാൻ. മണ്ണ് നിറയ്ക്കുമ്പോൾ ഫുള്ളായിട്ട് ഒരിക്കലും മണ്ണ് നിറയ്ക്കാൻ പാടില്ല. എപ്പോഴും 1/4 ഭാഗമേ മണ്ണ് നിറയ്ക്കാവൂ. ഇങ്ങനെ നിറച്ചാൽ ഇടയ്ക്ക് വളങ്ങൾ കൊടുക്കാനായിട്ട് സ്പേസ് ഉണ്ടാവുകയുള്ളൂ. അടുത്തതായിട്ട് ചെടിയിൽ മഞ്ഞ നിറത്തിലുള്ള ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയണം. പിന്നെ ഈ പൂവും കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിനായിട്ട് ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് ഉണ്ടെങ്കിൽ അത് വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുകയും ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാഫാണ്. അത് വെള്ളത്തിൽ കലക്കി കടക്കി ഒഴിച്ചു കൊടുക്കുകയും ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ സാഫ് ഇല്ല എന്നുണ്ടെങ്കിൽ സൂഡോമോണസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി. ഇത് രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചെടി നട്ടതിന് ശേഷം ഒരാഴ്ച തണലിൽ വെച്ചാൽ മതി. അതിനുശേഷം വെയിലത്തേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം റോസ് ചെടികൾ വയ്ക്കാൻ. അതുപോലെ തന്നെ ദിവസവും നനച്ചും കൊടുക്കണം. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും പുതിയ തളിർപ്പുകളൊക്കെ വന്നു തുടങ്ങി. ഇനി കുറച്ച് വളം ഇട്ട് കൊടുക്കണം. റോസ് ചെടികൾ പൊതുവെ ധാരാളം വളം ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. 2 ആഴ്ച കൂടുമ്പോൾ റോസ് ചെടികൾക്ക് വളം ഇട്ട് കൊടുക്കേണ്ടതാണ്. വളം കൊടുക്കുന്നത് ജൈവവളമായാലും കെമിക്കൽ വളമായാലും ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. വളം കൊടുക്കുന്നതിനായി ചെടിയുടെ ചുവട്ടിൽ ഇളക്കി കൊടുക്കാം.
വേരുകൾ അനങ്ങാതെ ചട്ടിയുടെ സൈഡിലായിട്ട് ചുറ്റുമായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി വളം ഇട്ട് കൊടുക്കാം. വളം ഇടാനായിട്ട് ഞാനിവിടെ കുറച്ച് എല്ലുപൊടിയും കുറച്ച് ചാണകപ്പൊടിയും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ചെടിയുടെ ചുറ്റിലുമായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മണ്ണൊന്ന് ഇളക്കി കൊടുക്കാം. വളം ഇട്ടതിന് ശേഷം ചെടി നന്നായിട്ട് നനച്ചും കൊടുക്കണം. പിന്നെ റോസ് ചെടികൾക്ക് ധാരാളം കീടശല്യം ഉണ്ടാകാറുണ്ട്. കീടശല്യം ഇല്ലാതിരിക്കാനായിട്ട് 2 ആഴ്ചയിലൊരിക്കൽ ഏതെങ്കിലും പെസ്റ്റിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ്. പിന്നെ മാസത്തിലൊരിക്കൽ ഏതെങ്കിലും ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫംഗൽ ഇൻഫെക്ഷനൊന്നും വരാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ ചെടി വളരെ ഹെൽത്തി ആയിട്ട് വളരുകയും നിറയെ മുട്ടകളൊക്കെ ഉണ്ടായി നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നഴ്സറി റോസ് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.